നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാസർഗോഡ് ആദൂർ പൊസോളിഗയിലെ കോൺഗ്രസ് നേതാവായിരുന്ന ടി ബാലകൃഷ്ണനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതിക്ക് ജീവപര്യന്തവും തടവും 2 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു. കൗമാര കലാപ്രതിഭകളുടെ മാറ്റുരയ്ക്കൽ വേദിയായ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് കലാപാരമ്പര്യത്തിൽ പേരുകേട്ട ഉദിനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. കേന്ദ്ര സർക്കാർ നടപടികൾക്കെതിരെ പ്രതിഷേധം ശക്തമാക്കി ട്രേഡ് യൂണിയൻ കർഷക തൊഴിലാളി കാസർഗോഡ് ജില്ലാ സംയുക്ത സമിതി. കാനങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ പ്രതിഷേധമിരമ്പി. ഡിവൈഎഫ്ഐ കാനങ്ങാട് ബ്ലോക്ക് കമ്മിറ്റി കൂത്തുപറമ്പ് രക്തസാക്ഷി ദിനാചരണം സംഘടിപ്പിച്ചു. ഡോക്ടർ വി.പി. മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കാനങ്ങാട് സൗത്ത് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വ്യാപാരി കുടുംബ ക്ഷേമനിധി ധനസഹായ വിതരണ ചടങ്ങ് സംഘടിപ്പിച്ചു. ചാമുണ്ടിക്കുന്ന് വിഷ്ണു ചാമുണ്ടേശ്വരി ദേവസ്ഥാനം കളിയാട്ട മഹോത്സവത്തിന് ബുധനാഴ്ച തുടക്കമാവും. ഉത്സവത്തിന്റെ ഭാഗമായുള്ള വെടിക്കെട്ട് ഒഴിവാക്കി നീലേശ്വരം വെടിക്കെട്ട് അപകടത്തിൽ മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് കൈത്താങ്ങാവും. മുട്ടുന്തല മകാം ഉറൂസ് ഡിസംബർ 1 മുതൽ 9 വരെ തീയതികളിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായി. ലോക ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് വാരാചരണം പള്ളിക്കരയിൽ സിഗ്നേച്ചർ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ജില്ലയിൽ വനിതാ കമ്മീഷനിൽ ലഭിക്കുന്ന പരാതികളുടെ എണ്ണം കൂടി വരുന്നതായി കമ്മീഷൻ അംഗം പി കുഞ്ഞായിഷ. അജാനൂർ ഗ്രാമപഞ്ചായത്ത് കേരളോത്സവത്തിന്റെ ഭാഗമായി സൗത്ത് ചിത്താരി ഗ്രീൻ സ്റ്റാർ ക്ലബ് ഷട്ടിൽ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് മെമ്പർ CK ഇർഷാദ് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. കാസർഗോഡ് ആദൂർ പൊസോളിഗയിലെ കോൺഗ്രസ് നേതാവായിരുന്ന ടി ബാലകൃഷ്ണനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതിക്ക് ജീവപര്യന്തവും തടവും 2 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു. ആദൂർ കുണ്ടാർ ക്ഷേത്രത്തിന് സമീപത്തെ വി രാധാകൃഷ്ണനെയാണ് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ശിക്ഷിച്ചത്. കേസിൽ 3 പ്രതികളെ കോടതി വെറുതെ വിട്ടു. രാഷ്ട്രീയ വിരോധം വെച്ചാണ് കോൺഗ്രസ് നേതാവായ ബാലനെ കുത്തിക്കൊന്നതെന്നാണ് കേസ്. കോൺഗ്രസ് നേതാവായിരുന്ന ആദൂർ പൊസോളിഗയിലെ ടി ബാലകൃഷ്ണൻ എന്ന കുണ്ടാർ ബാലനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിലാണ് ശിക്ഷാവിധി. ആദൂർ കുണ്ടാർ ടെമ്പിളിന് സമീപത്തെ OB രാധാകൃഷ്ണൻ എന്ന വി രാധാകൃഷ്ണ ജീവപര്യന്തവും തടവിനും 2 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു. കാസർഗോഡ് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി 2 ശിക്ഷ വിധിച്ചത്. മറ്റ് 3 പ്രതികളായ കട്ടത്തുബയലിലെ വിജയൻ, കുണ്ടാറിലെ K കുമാരൻ, അത്തനാടി ഹൌസിലെ ദിലീപ് കുമാർ എന്നിവരെ കോടതി വെറുതെ വിട്ടു. 2008 മാർച്ച് 27-നാണ് കേസിനാസ്പദമായ സംഭവം. രാഷ്ട്രീയ വിരോധം വെച്ചാണ് കോൺഗ്രസ് നേതാവായ ബാലനെ കുത്തിക്കൊന്നതെന്നാണ് കേസ്. ആദൂർ പോലീസ് അന്വേഷിച്ച കേസ് പിന്നീട് ക്രൈം ഡിറ്റാച്ച്മെന്റ് യൂണിറ്റാണ് അന്വേഷിച്ചത്. സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചാണ് അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചത്. അന്വേഷണ ഉദ്യോഗസ്ഥന്റെ പിഴവ് കൊണ്ട് മാത്രമാണ് ഈ 3 പ്രതികളെയും ഈ കോടതി വെറുതെ വിട്ടത്. ഇനി മുന്നോട്ട് കുടുംബം അപ്പീലുമായി 3 പ്രതികൾക്കെതിരെയും അപ്പീലുമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. നിയമപോരാട്ടം തുടരുക തന്നെ ചെയ്യും. കാറടുക്ക മണ്ഡലം കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയായിരുന്ന കുണ്ടാർ ബാലൻ സുഹൃത്തുക്കളോടൊപ്പം കാറിൽ സഞ്ചരിക്കുന്നതിനിടയിൽ ബൈക്കിലെത്തി കാർ തടഞ്ഞു നിർത്തി കുത്തിക്കൊലപ്പെടുത്തിയ കേസിലാണ് 16.5 വർഷത്തിന് ശേഷം വിധി വരുന്നത്. 2008 മാർച്ച് 27 വൈകിട്ട് കുണ്ടാർ ബസ് സ്റ്റോപ്പിൽ ഇരിക്കുന്നതിനിടയിൽ സുഹൃത്തുക്കൾ സഞ്ചരിച്ച കാർ എത്തുകയും ഇതിൽ കയറി സഞ്ചരിക്കുന്നതിനിടയിൽ ബൈക്കിലെത്തി കാർ തടയുകയും ഡോർ തുറക്കാൻ ശ്രമിച്ചപ്പോൾ ബലമായി പിടിക്കുകയും കത്തികൊണ്ട് നെഞ്ചിൽ കുത്തുകയുമായിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കൗമാര കലാപ്രതിഭകളുടെ മാറ്റുരയ്ക്കൽ വേദിയായ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് കലാപാരമ്പര്യത്തിൽ പേരുകേട്ട ഉദിനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. 8 വേദികളിലായി നടന്ന മത്സരങ്ങളിൽ ബാൻഡ് മേളത്തിലാണ് ആദ്യ ഫലം പുറത്തുവന്നത്. കാസർഗോഡ് വിദ്യാഭ്യാസ ഉപഡയറക്ടർ TV മധുസൂദനൻ പതാക ഉയർത്തിയതോടെയാണ് 5 ദിനരാത്രങ്ങളിലായി നടക്കുന്ന കലാമേളയ്ക്ക് തുടക്കമായത്.
UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി നടന്ന മത്സരങ്ങളിൽ സ്റ്റേജ് തര ഇനങ്ങൾക്കൊപ്പം മലയാളം പ്രസംഗം, പദ്യം ചൊല്ലൽ എന്നിവയും ബാൻഡ് മേളവും നടന്നു. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലെ ബാൻഡ് മേളത്തിൽ തോമാപുരം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ ടീമുകൾക്ക് ഇരട്ട നേട്ടമുണ്ടായി. ഹൈസ്കൂൾ വിഭാഗത്തിൽ തോമാപുരം ഹൈസ്കൂളിലെ MY മാത്യു നയിച്ച ബാൻഡ് ടീമാണ് സംസ്ഥാന കലോത്സവത്തിലേക്ക് യോഗ്യത നേടിയത്. ഹയർ സെക്കൻഡറി വിഭാഗത്തിലാവട്ടെ NP രോഹിത് നായകനായ സ്കൂൾ ടീമാണ് ഒന്നാമതെത്തിയത്. സ്റ്റേജ് തര ഇനങ്ങളിൽ നിറക്കൂട്ടൊരുക്കിയ ജലച്ചായവും എണ്ണച്ചായവും ചിത്രരചനയും കൊളാഷും കാർട്ടൂണും വിവിധ വേദികളിൽ നടന്നു. മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ്, തമിഴ്, കന്നഡ രചനാ മത്സരങ്ങളും 4 വേദികളിലായി നടന്നു. ബുധനാഴ്ച വിവിധ വേദികളിൽ സംസ്കൃതോത്സവവും അറബിക് സാഹിത്യോത്സവവും ഉറുദു മത്സരങ്ങളും നടക്കും. ഉറുമിസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കേന്ദ്ര സർക്കാർ നടപടികൾക്കെതിരെ പ്രതിഷേധം ശക്തമാക്കി ട്രേഡ് യൂണിയൻ കർഷക തൊഴിലാളി കാസർഗോഡ് ജില്ലാ സംയുക്ത സമിതി കാനങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ പ്രതിഷേധമിരമ്പി. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ തൊഴിലാളി കർഷകദ്രോഹ നടപടികൾ അവസാനിപ്പിക്കുക, ജീവനോപാധികൾ സംരക്ഷിക്കുക, കുത്തകവൽക്കരണം അവസാനിപ്പിക്കുക, കർഷകദ്രോഹ നിയമ ഭേദഗതികൾ പിൻവലിക്കുക, ഉൽപാദന ചെലവിനോട് അതിന്റെ പകുതിയും കൂടി കൂട്ടിയ തുക താങ്ങുവില ഉറപ്പാക്കി എല്ലാ കാർഷിക ഉൽപ്പന്നങ്ങളും സംഭരിക്കുക, 4 ലേബർ കോഡുകളും 2022 വൈദ്യുതി നിയമ ഭേദഗതികളും പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടത്തുന്ന ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് ജില്ലയിലും പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. ട്രേഡ് യൂണിയൻ കർഷക തൊഴിലാളി കാസർഗോഡ് ജില്ലാ സംയുക്ത സമിതി കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ പ്രതിഷേധമിരമ്പി. തുടർന്ന് നടത്തിയ ധർണാ സമരം കർഷക സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് CH കുഞ്ഞമ്പു MLA ഉദ്ഘാടനം ചെയ്തു. അത് ഈ കർഷക സമരത്തിൻ്റെ ഒരു പ്രതിഫലനമായിരുന്നു BJPയുടെ തകർച്ച എന്ന് പറയാം. പക്ഷെ തകർന്നാലും അഥവാ BJP തോറ്റാലും RSSൻ്റെയും സംഘപരിവാറിൻ്റെയും നിയന്ത്രണം മാറിയിട്ടില്ല. അവരുടെ നിലപാടിൽ മാറ്റം വന്നിട്ടില്ല. അവരിപ്പോഴും പറയുന്നത് കോർപ്പറേറ്റുകൾ ഇല്ലെങ്കിൽ രാജ്യമുണ്ടാകില്ല, എല്ലാം കോർപ്പറേറ്റുകൾക്ക് കൊടുക്കും. നമ്മുടെ പൊതുമേഖലകളാകെ കൊടുത്തു, സ്പെക്ട്രം കൊടുത്തു, ധാതുക്കൾ മുഴുവൻ കൊടുത്തു, കൽക്കരിയും അതുപോലെ തന്നെ മറ്റെല്ലാം അവർക്കാണ്. എല്ലാ ലോകത്തെ ഈ ഭൂമുഖത്തെ എല്ലാ സമ്പത്തും കോർപ്പറേറ്റുകൾക്ക്. അതിനു പുറമെ എടുത്ത വായ്പകൾ അവർക്ക് എഴുതി തള്ളാൻ ഒരു മടിയുമില്ല. അവർക്ക് മറ്റ് ആനുകൂല്യങ്ങൾ, നികുതിയെല്ലാം കുറക്കുന്നു. ഏറെക്കുറെ 12 ലക്ഷം കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ കോർപ്പറേറ്റുകൾക്ക് കൊടുക്കുമ്പോൾ ഈ രാജ്യത്തെ കൃഷിക്കാരന് 5 നയാ പൈസയുടെ ആനുകൂല്യങ്ങൾ കൊടുത്തില്ല. T. കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. TK രാജൻ സ്വാഗതം പറഞ്ഞു. KV കുഞ്ഞിരാമൻ, സാബു അബ്രഹാം, ബംഗളം കുഞ്ഞികൃഷ്ണൻ, P. ജനാർദ്ദനൻ, PV തമ്പാൻ, അബ്ദുൾ റഹ്മാൻ, KM ബാലകൃഷ്ണൻ, M. കുമാരൻ, P. മണിമോഹൻ എന്നിവർ സംസാരിച്ചു. U. തമ്പാൻ നായർ, PV പ്രസന്ന, P. വിജയകുമാർ, K. കുഞ്ഞിരാമൻ, രാധാകൃഷ്ണൻ പള്ളിക്കൈ, K. കുഞ്ഞിരാമൻ, ഹനീഫ് കടപ്പുറം എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. DYFI കാനങ്ങാട് ബ്ലോക്ക് കമ്മിറ്റി കൂത്തുപറമ്പ് രക്തസാക്ഷി ദിനാചരണം സംഘടിപ്പിച്ചു. അനുസ്മരണ പരിപാടി ഡോക്ടർ VPP മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. DYFI കാഞ്ഞങ്ങാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോവൽ സ്റ്റോറിൽ കൂത്തുപറമ്പ് അനുസ്മരണ പൊതുയോഗം സംഘടിപ്പിച്ചു. ബാൻഡ് മേളം, വളണ്ടിയർ മാർച്ച് എന്നിവയോടുകൂടി കോവൽപ്പള്ളിയിൽ നിന്നും ആരംഭിച്ച യുവജന റാലി കോവൽ സ്റ്റോറിൽ സമാപിച്ചു. ബാലസംഘം പ്രവർത്തകരുടെ സംഗീത ശില്പനൃത്ത ആവിഷ്കാരവും നടന്നു. തുടർന്ന് നടന്ന അനുസ്മരണ പരിപാടി ഡോക്ടർ VPP മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ പല സഖാക്കളെയും, ആവശ്യപത്രിയുടെ കിടക്കയിൽ കിടക്കുന്ന ഈ പല സഖാക്കളെയും തൻ്റെതായ രീതിയിൽ അവരുടെ ചോര പുരണ്ട വസ്ത്രങ്ങൾ അഴിച്ചുമാറ്റിയും അവരുടെ ശരീരത്തിൽ പടർന്നു പിടിച്ച ചോരയൊക്കെ നനഞ്ഞ തുണി കൊണ്ട് മുക്കിയെടുത്തുമൊക്കെ അവരിൽ പലരെയും പരിചരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് വാസുവേട്ടൻ്റെ മകൻ റോഷൻ ആ വെടിവെപ്പിൽ മരണപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയ സഖാക്കൾ വാസുവേട്ടനെ, അദ്ദേഹം ആ വാർഡിൽ ഇങ്ങനെ പരിക്കേറ്റ് കിടക്കുന്ന സഖാക്കളെ പരിചരിച്ചു കൊണ്ടിരിക്കുന്നിടത്തുനിന്ന് വിളിച്ചുകൊണ്ടുപോകുന്നത്. ബ്ലോക്ക് പ്രസിഡന്റ് വിപിൻ ബലത്ത് അധ്യക്ഷനായി. സംസ്ഥാന കമ്മിറ്റി അംഗം K. സബീഷ്, ബ്ലോക്ക് സെക്രട്ടറി B. ഗിനീഷ്,
ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ അനീഷ് കുറുമ്പാലം, അമ്പിളി VP, ഹരിത നാലപ്പാടം, സംഘാടക സമിതി ചെയർമാൻ N. പ്രിയേഷ് എന്നിവർ സംസാരിച്ചു. ഡോക്ടർ ആര്യ AR സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കാഞ്ഞങ്ങാട് സൗത്ത് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വ്യാപാരി കുടുംബ ക്ഷേമനിധി ധനസഹായ വിതരണ ചടങ്ങ് സംഘടിപ്പിച്ചു. മഞ്ഞോട്ട് പാലാഴി ഓഡിറ്റോറിയത്തിൽ ജില്ലാ പ്രസിഡന്റ് K. അഹമ്മദ് ഷെരീഫ് ഉദ്ഘാടനം ചെയ്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കാഞ്ഞങ്ങാട് സൗത്ത് യൂണിറ്റ് വ്യാപാരി കുടുംബ പദ്ധതിയിലെ മരണപ്പെട്ടവരുടെ ആശ്രിതർക്കുള്ള ധനസഹായം വിതരണം ചെയ്തു. മഞ്ഞോട്ട് പാലാഴി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടി ജില്ലാ പ്രസിഡന്റ് K. അഹമ്മദ് ഷെരീഫ് ഉദ്ഘാടനം ചെയ്തു. ഇന്ന് 2 പേരുടെ കുടുംബത്തിലാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ 3,31,000 വീതം 2 കുടുംബങ്ങൾക്ക് നൽകി. വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം ചെറുകിട വ്യാപാര മേഖല ഇന്ന് ഏറ്റവും വലിയൊരു പ്രതിസന്ധിയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ഈ രാജ്യത്തെ വൻകിട കോർപ്പറേറ്റുകളുടെ ഓൺലൈൻ വ്യാപാരവും അതുപോലെ അനധികൃത വഴിയോര വഴിപാടിക കച്ചവടക്കാരുടെയും ഇടയിൽ വലിയൊരു പ്രതിസന്ധിയിൽ കൂടിയാണ് ചെറുകിട വ്യാപാര മേഖല കടന്നു പോകുന്നത്. കേരള സർക്കാരിൻ്റെ തെറ്റായ നയങ്ങൾ മൂലം ഈ രാജ്യത്തെ വൻകിട കോർപ്പറേറ്റുകളെ സഹായിക്കുന്ന നിലപാടുകളുമായിട്ടാണ് ഗവൺമെൻറ്റുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അനുദിനം ചെറുകിട വ്യാപാര മേഖല തകർന്നുകൊണ്ടേയിരിക്കുന്നു. ഓരോ നിയമങ്ങളും ഈ രാജ്യത്തെ വൻകിട കുത്തകകളെ സഹായിക്കുന്നതിന് വേണ്ടി മാത്രമായി പുതിയ ഒരുപാട് നിയമങ്ങളുമായിട്ടാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട്. ചടങ്ങിൽ ആശ്രിതർക്കുള്ള ധനസഹായ വിതരണം നടത്തി. ഇതോടൊപ്പം അംഗത്വ സർട്ടിഫിക്കറ്റ് വിതരണവും നടത്തി. യൂണിറ്റ് പ്രസിഡന്റ് NP അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കൗൺസിൽ അംഗം മഹേഷ് P മുഖ്യപ്രഭാഷണം നടത്തി. യൂണിറ്റ് സെക്രട്ടറി KG പ്രഭാകരൻ സ്വാഗതവും യൂണിറ്റ് ട്രഷറർ PK രവീന്ദ്രൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ചാമുണ്ടിക്കുന്ന് വിഷ്ണു ചാമുണ്ടേശ്വരി ദേവസ്ഥാനം കളിയാട്ട മഹോത്സവം നവംബർ 27 മുതൽ ഡിസംബർ 1 വരെ തീയതികളിൽ നടക്കും. ഉത്സവത്തിന്റെ ഭാഗമായുള്ള വെടിക്കെട്ട് ഒഴിവാക്കി തുക നീലേശ്വരം വെടിക്കെട്ട് അപകടത്തിൽ മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് നൽകുവാൻ തീരുമാനിച്ചതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പ്രസിദ്ധമായ ചാമുണ്ടിക്കുന്ന് വിഷ്ണു ചാമുണ്ടേശ്വരി ദേവസ്ഥാനത്ത് വർഷം തോറും നടത്തിവരാറുള്ള കളിയാട്ട മഹോത്സവം ഒരു ദിവസത്തെ നേർച്ച കളിയാട്ടത്തോടുകൂടി 5 ദിവസങ്ങളിലായി നവംബർ 27 ആരംഭിച്ച് ഡിസംബർ 1 വരെ തീയതികളിൽ വിവിധ ആഘോഷ പരിപാടികളോടുകൂടി നടത്തുവാൻ തീരുമാനിച്ചു. ഉത്സവത്തിന്റെ ഭാഗമായുള്ള വെടിക്കെട്ട് ഒഴിവാക്കി തുക നീലേശ്വരം വെടിക്കെട്ട് അപകടത്തിൽ മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് നൽകുവാൻ തീരുമാനിച്ചതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നമ്മളെ ഈ മരിച്ചവർക്ക് അമ്പലത്തിന് കുറേ സഹായം കൊടുക്കുന്നുണ്ട്. ഈ നീലേശ്വരം 550 അക്കൗണ്ടുണ്ടായി. അവിടെ മരിച്ചവർക്ക് ചെറിയ സാമ്പത്തിക സഹായം കൊടുക്കാൻ അവർ തീരുമാനിച്ചു. ഓൾറെഡി നമ്മുടെ മലബാർ സമുദായത്തിൽ കളിയുണ്ട്. അവരോട് ഒരു കമ്മിറ്റി ഉപയോഗിച്ച് അതിനൊരു പ്രവർത്തിക്കുന്നുണ്ട്. അതിലേക്കുള്ള സംഭാവന നടത്തിയിട്ടുണ്ട്. നമ്മുടെ വകയായിട്ട് വേറെ സംഭാവന ചെയ്യാനുള്ള ആഗ്രഹമുണ്ടായി. ഇതിനായുള്ള തുക ഉത്തര മലബാർ തീയ സംരക്ഷണ സമിതി പ്രസിഡന്റ് രാജൻ പെരിയയ്ക്ക് ഉത്സവാഘോഷത്തിന്റെ ഭാഗമായുള്ള അനുമോദന സദസ്സിൽ ഭാരവാഹികൾ കൈമാറും. 27 രാവിലെ ക്ഷേത്രപരിധിയിലെ 7 പ്രാദേശിക സമിതികളിൽ നിന്നുള്ള കലവറ നിറയ്ക്കൽ ചടങ്ങ്. രാത്രി വാരിക്കാട്ടപ്പൻ മഹിഷമർദ്ദിനി ക്ഷേത്രത്തിൽ നിന്നും ദീപവും തിരിയും കൊണ്ടുവരുന്നതോടുകൂടി ഉത്സവത്തിന് ആരംഭം കുറിക്കും. തുടർന്നുള്ള ദിവസങ്ങളിൽ വിവിധ തെയ്യങ്ങൾ അരങ്ങിലെത്തും. തിരുമുൽക്കാഴ്ച സമർപ്പണവും നടക്കും. വിവിധ സാംസ്കാരിക പരിപാടികളും അനുമോദന സദസ്സും സംഘടിപ്പിക്കും. സമാപന ദിവസമായ ഡിസംബർ 1 പൂമാരുതൻ, രക്തചാമുണ്ടി, ഭഗവതി, വിഷ്ണുമൂർത്തി, പടിഞ്ഞാറേ ചാമുണ്ടി, ഗുളികൻ എന്നീ തെയ്യങ്ങൾ അരങ്ങിലെത്തും. വൈകുന്നേരം വാരിക്കാട്ടപ്പൻ മഹിഷമർദ്ദിനി ക്ഷേത്രം, നായ്ക്കരവളപ്പ് മല്ലികാർജുന ക്ഷേത്രം എന്നിവിടങ്ങളിലേക്കുള്ള വിഷ്ണുമൂർത്തി തെയ്യത്തിന്റെ എഴുന്നള്ളത്തും തുടർന്ന് തേങ്ങയേറും നടക്കും. വിഷ്ണുമൂർത്തി തിരുമുടി അഴിക്കുന്നതോടുകൂടി ഉത്സവത്തിന് പരിസമാപനമാവും. ഉത്സവ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് അന്നദാനവും നടക്കും. വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് ജനാർദ്ദനൻ കുന്നരുവത്ത്, സെക്രട്ടറി ദിനേശൻ താനത്തിങ്കാൽ, ഗജാഞ്ചി രാജേഷ് മീത്തൽ, ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് ദാമോദരൻ മീത്തൽ, സെക്രട്ടറി രമേശൻ മടിയൻ, ഭരണസമിതി അംഗം TV ശ്രീധരൻ, ആഘോഷ കമ്മിറ്റി മെമ്പർമാരായ VV നിഷാന്ത്, TK വിനോദ് എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മുട്ടുന്തല മകാം ഉറൂസ് ഡിസംബർ 1 മുതൽ 9 വരെ തീയതികളിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചരിത്രപ്രസിദ്ധമായ കാഞ്ഞങ്ങാട് മുട്ടുന്തല മഖാം ഉറൂസ് ഡിസംബർ 1 മുതൽ 9 വരെ തീയതികളിലായി വിപുലമായ രീതിയിൽ നടത്തപ്പെടുമെന്ന് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നവംബർ 29 വെള്ളിയാഴ്ച ഉറൂസ് കമ്മിറ്റി ചെയർമാൻ ഹൈദർ മാസ്റ്റാജി പതാക ഉയർത്തും.
ഉറൂസിനോടനുബന്ധിച്ച് പുരാവസ്തുക്കൾ, കരകൗശലം, മെന്റൽ ഹിപ്നോട്ടിസം, AI റോബോട്ടിക്സ്, വിവിധ മെഡിക്കൽ സംഘങ്ങൾ, കാഞ്ഞങ്ങാട് ഐശാൽ മെഡിസിറ്റി സൗജന്യ ചെക്കപ്പുകൾ, വിവിധ സ്റ്റാളുകൾ തുടങ്ങിയ വൈവിധ്യമാർന്ന സെക്ഷനുകളുമായി മുട്ടുന്തല എക്സ്പോയിൽ ഒരുക്കിയിട്ടുണ്ട്. ഡിസംബർ 1 ഞായറാഴ്ച മുട്ടുന്തല മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് സൺലൈറ്റ് അബ്ദുറഹ്മാൻ ഹാജിയുടെ അധ്യക്ഷതയിൽ കാഞ്ഞങ്ങാട് സംയുക്ത മുസ്ലിം ജമാഅത്ത് ഖാസിയും സമസ്ത പ്രസിഡന്റുമായ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉറൂസ് ഉദ്ഘാടനം ചെയ്യും. മുസ്ലിം ജമാഅത്ത് ചീഫ് ഇമാം ഹാഫിദ് മസ്ലിം ഫൈസി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിക്കുന്നു. തുടർന്ന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിനെ കുറിച്ച് പ്രമുഖ കാദികൻ സുബൈർ മാസ്റ്റർ തോട്ടിക്കലിന്റെ കഥാപ്രസംഗം ഉണ്ടായിരുന്നതാണ്. ഡിസംബർ 2 തിങ്കളാഴ്ച പ്രഗത്ഭ സൂഫി വര്യൻ സയ്യിദ് ഷിഹാബുദ്ദീൻ അഹ്ദൽ മുത്തന്നൂർ തങ്ങളുടെ പ്രഭാഷണം. ഡിസംബർ 3 ചൊവ്വാഴ്ച EP അബൂബക്കർ കാസിമി പത്തനാപുരം. ഡിസംബർ 4 ബുധനാഴ്ച പ്രമുഖ അക്ബർ റസൂൽ പ്രഭാഷകൻ അൻവർ അലി ദുബി കാഞ്ഞങ്ങാട് സംയുക്ത മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് സി കുഞ്ഞാമത് ഹാജി പാലക്കി സംബന്ധിക്കും. മുട്ടുന്തല ഉമർ ജുമാ മസ്ജിദ് ഖത്തീബ് ഹാഫിൽ മസ്ഊദ് ഫൈസി ആമുഖ പ്രഭാഷണം നടത്തും. തുടർന്ന് പ്രമുഖ ഖാദികൻ സുബൈർ മാസ്റ്റർ തോട്ടിക്കൽ കഥാപ്രസംഗം നടത്തും. തുടർന്നുള്ള ദിവസങ്ങളിൽ പ്രഭാഷണം നടക്കും. സമാപന ദിവസമായ ഡിസംബർ 9 മൗലിദ് പാരായണവും വൈകിട്ട് സയ്യിദ് മഹ്മൂദ് സഫ്വാൻ തങ്ങളുടെ നേതൃത്വത്തിലുള്ള ആത്മീയ സദസ്സും കൂട്ടുപ്രാർത്ഥനയും നടക്കും. തുടർന്ന് മധുരക്കഞ്ഞി വിതരണവും അസർ നിസ്കാരാനന്തരം 10,000-കണക്കിന് വിശ്വാസികൾക്ക് വിതരണം ചെയ്യുന്ന അന്നദാനത്തോടെ ഈ വർഷത്തെ ഉറൂസിന് പരിസമാപ്തി കുറിക്കും. ജമാഅത്ത് സെക്രട്ടറി റഷീദ് മുട്ടുന്തല, ട്രഷറർ ബിസ്മില്ല അബ്ദുള്ള ഹാജി, ഉറൂസ് കമ്മിറ്റി ചെയർമാൻ ഹൈദർ മുട്ടുന്തല, ജനറൽ കൺവീനർ സുഹൈൽ മുഹമ്മദ്, ഓർഗനൈസിംഗ് കൺവീനർ ഫാറൂഖ് സൂപ്പർ, ഫിനാൻസ് കമ്മിറ്റി കൺവീനർ ലത്തീഫ് പുതിയവളപ്പിൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഇടവേള. Break the mold. Embrace your uniqueness. Unleash the extraordinary. Write your own story. One vow at a time. Celebrating Viva by Shobika Weddings. ചേലോടെ സ്വർണ്ണമഴയായി കണ്ണെഴുതി വിഴിയഴകായി കണ്ണേഴത്തിൻ പൊന്നിൻ വരവായി അണിഞ്ഞൊരുങ്ങി ദേവതയായി നീ മനം നിറഞ്ഞൊരു സ്വപ്നനായികയാ. പൊന്നിന്മേറ്റുള്ള വിശ്വാസം കാഞ്ഞങ്ങാടിന് സ്വർണ്ണത്തിളക്കം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും മികച്ച വിലയും കണ്ണെഴുത്തുകൾ. പഴയ ബസ് സ്റ്റാൻഡിന് ഉൾവശം, കാഞ്ഞങ്ങാട്. സനാതന ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, കോട്ടപ്പാറ, കാഞ്ഞങ്ങാട്. വിദ്യാഭ്യാസ രംഗത്ത് ഉത്തര മലബാറിൽ അത്യുന്നതിയിലേക്ക് കുതിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം സനാതന ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, അഫിലിയേറ്റഡ് ടു കണ്ണൂർ യൂണിവേഴ്സിറ്റി. ആധുനികവും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ളതുമായ മികച്ച ക്യാമ്പസ്, പരിചയസമ്പന്നരായ അധ്യാപകർ, മികച്ച ലൈബ്രറി, വാഹന സൗകര്യം എന്നിവ ഉറപ്പു നൽകുന്നു. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക. സനാതന ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, കോട്ടപ്പാറ, കാഞ്ഞങ്ങാട്. ജൈവജില്ലയായ കാസർഗോഡിന്റെ സ്വന്തം ജൈവവളം ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കാസർഗോഡ് കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് 100% ജൈവരീതിയിൽ തയ്യാറാക്കുന്ന ജൈവവളം. ജൈവ ഘടകങ്ങൾ കൃത്യമായ അളവിൽ ചേർത്ത് മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന പ്രോസസ്സിംഗിലൂടെ തയ്യാറാക്കുന്ന വളം നിങ്ങളുടെ ഏത് കൃഷിക്കും അത്യുൽപാദന ശേഷി ഉറപ്പുതരുന്നു. കൂടാതെ ജീവാണുവളം ആവശ്യാനുസരണം തയ്യാറാക്കി നൽകുന്നു. കർഷകർക്കായി പ്രത്യേകം തയ്യാറാക്കുന്ന പച്ച കക്കപ്പൊടി, ചാണകപ്പൊടി, അത്യുൽപാദന ശേഷിയുള്ള തെങ്ങ്, കമുങ്ങ്, മാവ്, പ്ലാവ് തുടങ്ങിയ ഫലവൃക്ഷ തൈകൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നു. സ്വന്തം ഫാമിൽ തയ്യാറാക്കുന്ന നാടൻ തേനും ലഭ്യമാണ്. ഇനി നിങ്ങളുടെ കൃഷിയും 100 മേനി വിളയട്ടെ. ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കോൺടാക്ട് 8547 977188 8547
349188. വിദഗ്ധ ഡെർമറ്റോളജിസ്റ്റുകളുടെ സേവനവുമായി ചർമ്മ സൗന്ദര്യ സംരക്ഷണത്തിനായുള്ള അതിനൂതന സാങ്കേതിക വിദ്യയോടുകൂടിയ സ്കിൻ, ഹെയർ ആൻഡ് ലേസർ സെന്റർ ഇനി കാഞ്ഞങ്ങാടിന് സ്വന്തം. നിങ്ങളുടെ ചർമ്മം, മുടി, നഖം എന്നിവയെ ബാധിക്കുന്ന എല്ലാത്തരം രോഗങ്ങൾക്കും ഒരു ശാശ്വത പരിഹാരം. പ്രൈം സ്കിൻ ക്ലിനിക്, നോർത്ത് കോട്ടച്ചേരി, കാഞ്ഞങ്ങാട്. ഹൈഡ്ര ഫേഷ്യൽ, മെഡിഫേഷ്യൽ, ബോട്ടോക്സ് ഫില്ലർ, ത്രെഡ് ലിപ്സ്, സോറിയാസിസ്, വെള്ളപ്പാണ്ടിനുള്ള ചികിത്സ, മുഖക്കുരുവും കറുത്ത പാടുകളും മാറുന്നതിനുള്ള നൂതന സ്കിൻ പീലുകൾ, ഫേഷ്യൽ റെജുവിനേറ്റർ, മുഖത്തും ദേഹത്തുമുള്ള പാടുകൾക്കുള്ള ചികിത്സ, കാർബൺ പീൽ, ടാറ്റു റിമൂവൽ, മറുക്, അരിമ്പാറ, പാലുണ്ണി എന്നിവയ്ക്കുള്ള ചികിത്സ, ലേസർ ഹെയർ റിഡക്ഷൻ, മുടികൊഴിച്ചിലിനുള്ള ചികിത്സ എന്നിങ്ങനെ എല്ലാത്തരം ചികിത്സാ സൗകര്യവും ലഭ്യമായ കാസർഗോഡ് ജില്ലയിലെ ഏക സ്ഥാപനം പ്രൈം സ്കിൻ ക്ലിനിക്, നോർത്ത് കോട്ടച്ചേരി, നിയർ ഭീമ ജ്വല്ലറി, കാഞ്ഞങ്ങാട്. കോൺടാക്ട് നമ്പർ 9895413028. DTC MRI ഡയഗ്നോസ്റ്റിക് സെന്റർ ആരോഗ്യപരിപാലന രംഗത്ത് കൃത്യമായ രോഗനിർണയം, ചികിത്സയോളം പ്രാധാന്യമുള്ളതാണ്. വടക്കേ മലബാറിൽ അതിനൂതന ലാബ് സൗകര്യങ്ങളോട് കൂടി അൾട്രാസൗണ്ട് സ്കാനിംഗ് സൗകര്യവും മികച്ച ഫാർമസിയും 24 മണിക്കൂർ പ്രവർത്തന സജ്ജമായ ഉത്തര മലബാറിലെ ഏറ്റവും മികച്ച അഡ്വാൻസ്ഡ് 1.5 ടെസ്ല MRI സ്കാനിംഗ് സംവിധാനവും ഒരുക്കിയിരിക്കുന്നു. 1.5 ടെസ്ല സംവിധാനത്തിൽ സിഗ്നൽ ടു നോയിസ് അനുപാത മികവ്, വ്യക്തതയോടുകൂടിയ പരിശോധനാ ഫലം ലഭ്യമാകുന്നു. വിദഗ്ധരായ മെഡിക്കൽ ഇമേജിംഗ് ടെക്നീഷ്യന്മാരുടെ സേവനത്തോടെ ഇനി പരിശോധനകൾ കൃത്യവും എളുപ്പവുമാകട്ടെ. DDC MRI ഡയഗ്നോസ്റ്റിക് സെന്റർ, ഓപ്പോസിറ്റ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ, തോയമൽ, കാഞ്ഞങ്ങാട്. ഫോൺ 8848628282. വാർത്തകൾ തുടരുന്നു. ലോക ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് വാരാചരണം പള്ളിക്കരയിൽ സിഗ്നേച്ചർ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N. കുമാരൻ ഉദ്ഘാടനം ചെയ്തു. പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ലോക ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ബോധവൽക്കരണ വാരാചരണത്തിന്റെ സമാപനത്തിന്റെ ഭാഗമായി പള്ളിക്കര ബീച്ചിൽ സംഘടിപ്പിച്ച സിഗ്നേച്ചർ ക്യാമ്പയിൻ ശ്രദ്ധേയമായി. പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M. കുമാരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇവിടെ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു ക്യാമ്പയിനാണ് സംഘടിപ്പിക്കുന്നത്. വളരെ മനോഹരമായ ഈ ബീച്ചിൻ്റെ പരിസരത്ത് ഇങ്ങനെ ഒരു ബോധവൽക്കരണം നടത്തി നമ്മുടെ നാട്ടിലെ ഒരു ഈ ചികിത്സയെ സംബന്ധിക്കുന്ന ഒരു പൊതുവായ ധാരണ നമുക്ക് ഉണ്ടാവണം. ആൻറ്റിബയോട്ടിക് എന്ന് പറയുന്നത് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ചികിത്സ തന്നെയാണ്. അത് അത്യാവശ്യ ഘട്ടങ്ങളിലാണ്. പ്രധാനമായും നമുക്ക് വൈറസ് ഉണ്ടാക്കുന്ന രോഗങ്ങൾക്ക് ഈ ആൻറ്റിബയോട്ടിക് ചികിത്സ ഫലപ്രദമല്ല എന്ന് നമുക്കറിയാം. എന്നാലും ചില കാര്യങ്ങൾക്ക് ആൻറ്റിബയോട്ടിക് ഉപയോഗിച്ചേ മതിയാകും. അത് ഡോക്ടർമാർ പറയുന്ന കാലയളവിൽ അവർ പറയുന്ന ഡോസിൽ കഴിക്കുകയല്ലാതെ മറ്റൊരു നിർവാഹവും നമുക്കില്ല. അതുപോലെ തന്നെ ഒരു പ്രാവശ്യം ഒരു രോഗത്തിന് നമുക്ക് ആൻറ്റിബയോട്ടിക് എഴുതി തന്നാൽ പിന്നീട് ഏതെങ്കിലും ഒരു അസുഖം വരും, അതുപോലുള്ള അസുഖം വരുമ്പോൾ അതേ മരുന്ന് വാങ്ങി കഴിക്കുന്ന ശീലം നമ്മുടെ നാട്ടിലെ ആളുകൾ പലർക്കും ഉണ്ട്. വൈസ് പ്രസിഡന്റ് നസ്റ്റിൻ വഹാബ് അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം K. അനിത, ഡോക്ടർ ഫൈസ മുഹമ്മദ് കാസിം, ഹെൽത്ത് ഇൻസ്പെക്ടർ PV സജീവൻ, ഫാർമസിസ്റ്റ് ശ്രീന ഗോപാൽ, നഴ്സിംഗ് ഓഫീസർ നവ്യ എന്നിവർ സംസാരിച്ചു. കുടുംബാരോഗ്യ കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച സെമിനാറിൽ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KB ബഷീർ അധ്യക്ഷനായി. ഡോക്ടർ മുരളീധര നെല്ലൂരായ മുഖ്യപ്രഭാഷണം നടത്തി. ഡോക്ടർ ഫൈസ മുഹമ്മദ് കാസിം, PV സജീവൻ, DV നവ്യ, ശ്രീന ഗോപാൽ എന്നിവർ സംസാരിച്ചു. ആന്റിബയോട്ടിക് വിതരണത്തിനുള്ള നില കവർ മെഡിക്കൽ ഓഫീസർ KB ബഷീർ ഫാർമസിസ്റ്റ് ശ്രീന ഗോപാലിന് കൈമാറി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർഗോഡ് ജില്ലയിൽ വനിതാ കമ്മീഷനിൽ ലഭിക്കുന്ന പരാതികളുടെ എണ്ണം കൂടി വരുന്നതായി കമ്മീഷൻ അംഗം P. കുഞ്ഞായിഷ. കൃത്യമായ ബോധവൽക്കരണ പരിപാടികളും പബ്ലിക് ഹിയറിംഗ് ഉൾപ്പെടെയുള്ള നടപടികളുമാണ് പരാതികളുടെ എണ്ണം വർദ്ധിക്കാൻ കാരണമെന്നും അവർ പറഞ്ഞു. കേരള വനിതാ കമ്മീഷൻ അംഗം P. കുഞ്ഞായിഷ കാസർഗോഡ് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടത്തിയ തെളിവെടുപ്പിൽ 62 കേസുകളാണ് പരിഗണിച്ചത്. ഇതിൽ 17 കേസുകൾ തീർപ്പാക്കി. 2 കേസുകൾ പോലീസ് റിപ്പോർട്ടിന് അയച്ചു. 2 കേസുകൾ ജാഗ്രതാ സമിതിക്കും വിട്ടു. അടുത്ത തെളിവെടുപ്പിലേക്ക് 25 കേസുകളാണ് മാറ്റിവെച്ചിട്ടുള്ളത്. 4 പുതിയ പരാതികൾ കൂടി സ്വീകരിച്ചു. കുടുംബ പ്രശ്നം, ഗാർഹിക പീഡനം, വഴിത്തർക്കം, അതിർത്തി തർക്കം തുടങ്ങിയ പരാതികളാണ് കമ്മീഷന് ലഭിച്ചത്. സാമ്പത്തിക തർക്കം വരുമ്പോൾ സ്ത്രീകളെ മുൻനിർത്തി വനിതാ കമ്മീഷനിൽ പരാതി കൊടുക്കുന്നുണ്ട്. ഈ പ്രവണത വർദ്ധിച്ചു വരുന്നതായി കമ്മീഷൻ നിരീക്ഷിച്ചു. ഇത് കമ്മീഷൻ പരിശോധിച്ചു വരികയാണെന്നും P. കുഞ്ഞായിഷ പറഞ്ഞു.
കുടുംബ പ്രശ്നങ്ങൾ വർദ്ധിക്കുമ്പോൾ ഏറ്റവും അധികം പ്രയാസം നേരിടുന്നത് ചെറിയ കുട്ടികളാണെന്നും പരാതികളുമായി വരുന്നവരോടൊപ്പം കുട്ടികളും വരുന്നുണ്ടെന്നും കുട്ടികൾക്ക് കൗൺസിലിംഗ് നൽകേണ്ടതും കമ്മീഷൻ പരിഗണിക്കുമെന്നും അവർ പറഞ്ഞു. ഇന്ന് കൂടുതലായിട്ടും വന്നത് കുടുംബ പ്രശ്നങ്ങളും ഗാർഹിക പീഡനം, അതുപോലെ തന്നെ അതിർത്തി തർക്കം, വഴി പ്രശ്നം, ഇത്തരം പരാതികളാണ് കമ്മീഷന് മുന്നാകെ കൂടുതലായിട്ടും ഇന്നും വന്നിട്ടുള്ളത്. സാമ്പത്തിക തർക്കം വരുമ്പോൾ അത് സ്ത്രീകളെ കൊണ്ട് പരാതി കൊടുപ്പിക്കുന്ന ഒരു പ്രവണത ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സ്ത്രീകളെ മുൻനിർത്തി, വനിതാ കമ്മീഷൻ എന്ന് പറയുമ്പോൾ സ്ത്രീകളെ മുൻനിർത്തി സ്ത്രീകളെ കൊണ്ട് പരാതി കൊടുപ്പിക്കുകയാണ് പല സാമ്പത്തിക തർക്കങ്ങൾക്കും. അപ്പൊ അത്തരം പരാതികൾ കമ്മീഷൻ കൂടുതലായിട്ട് സ്വീകരിക്കുമ്പോൾ തന്നെ പരിശോധന നടത്തണം എന്നുള്ള നടത്തും എന്നാണ് പറയാനുള്ളത്. അതുപോലെ തന്നെ കുടുംബ പ്രശ്നവുമായി കമ്മീഷന് മുമ്പായി എത്തുന്ന പരാതികൾ ഇപ്പം വളരെയധികം കൂടി വരികയാണ്. കാസർഗോഡ് ജില്ലയിലെ തീരദേശ മേഖലയിലെയും എൻഡോസൾഫാൻ മേഖലയിലെയും സ്ത്രീകളുടെ പ്രശ്നങ്ങൾ നേരിട്ട് പബ്ലിക് ഹിയറിംഗ് നടത്തി ഇതിനകം പരിശോധിച്ചിട്ടുണ്ട്. അങ്ങനെ ഒട്ടനവധി പരാതികൾ ലഭിച്ചു. കമ്മീഷൻ പ്രത്യേക പഠനം നടത്തി വരികയാണെന്നും ഈ പഠന റിപ്പോർട്ട് ലഭിച്ചാൽ ഉടൻ ഈ മേഖലയിൽ കൂടുതൽ നടപടികൾ സ്വീകരിക്കുമെന്നും ഇവർ വ്യക്തമാക്കി. കാസർഗോഡ് ജില്ലയിൽ നിന്നും വനിതാ കമ്മീഷന് ലഭിക്കുന്ന പരാതികളുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ടെന്നും കമ്മീഷൻ അംഗം പറഞ്ഞു. കൃത്യമായ ബോധവൽക്കരണ പരിപാടികളും പബ്ലിക് ഹിയറിംഗ് ഉൾപ്പെടെയുള്ള നടപടികളുമാണ് പരാതികളുടെ എണ്ണം വർദ്ധിക്കാൻ കാരണമെന്നും കമ്മീഷൻ അംഗം പറഞ്ഞു. പരാതികൾ ഇല്ലാത്തതുകൊണ്ടല്ല, ബോധവൽക്കരണത്തിലൂടെയാണ് പരാതികൾ കൂടിയതെന്ന് കമ്മീഷൻ അംഗം വിലയിരുത്തി. സിറ്റിംഗിൽ വനിതാ സെൽ ASI ടി ശൈലജ, CPO ജയശ്രീ, കൗൺസിലർ രമ്യ മുൾ, അഡ്വക്കേറ്റ് P സിന്ധു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. അജാനൂർ ഗ്രാമപഞ്ചായത്ത് കേരളോത്സവത്തിന്റെ ഭാഗമായി സൗത്ത് ചിത്താരി ഗ്രീൻ സ്റ്റാർ ക്ലബ് ഷട്ടിൽ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് മെമ്പർ CK ഇർഷാദ് ഉദ്ഘാടനം ചെയ്തു. അജാനൂർ ഗ്രാമപഞ്ചായത്ത് കേരളോത്സവത്തിന്റെ ഭാഗമായി സൗത്ത് ചിത്താരി ഗ്രീൻ സ്റ്റാർ ക്ലബ്ബ് ചിത്താരി ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഷട്ടിൽ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. ഗ്രീൻ സ്റ്റാർ ക്ലബ് പ്രസിഡന്റ് ജംഷീദ് കുന്നുമലിന്റെ അധ്യക്ഷതയിൽ പഞ്ചായത്ത് അംഗം CK ഇർഷാദ് ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, കേരളത്തിലെ ഇടനീളം കേരളോത്സവ പരിപാടികൾ നടന്നു വരികയാണ്. അജാനൂർ ഗ്രാമപഞ്ചായത്ത് കീഴിൽ നടത്തപ്പെടുന്ന കേരളോത്സവത്തിന് ഷട്ടിൽ ടൂർണമെൻറ്റ് നടത്തണമെന്ന് വാർഡ് മെമ്പർ എന്ന രീതിയിൽ നമ്മുടെ വാർഡിലുള്ള നല്ല രീതിയിൽ നമ്മുടെ പഞ്ചായത്തിൽ പോലും ഇത്തരത്തിലുള്ള സൗകര്യമുള്ള, അല്ലെങ്കിൽ ജില്ലയിൽ പോലും ഇത്തരത്തിലുള്ള സൗകര്യങ്ങളെല്ലാം ഒരു സ്റ്റേഡിയം ഇല്ല. അപ്പോൾ ഇത്തരത്തിലൊരു ഇൻഡോർ സ്റ്റേഡിയം നിങ്ങളുടെ നാട്ടിലുണ്ട്. അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ നാട്ടിൽ ഈ ഷട്ടിൽ ടൂർണമെൻറ്റ് സംഘടിപ്പിക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെടുകയും അത് നമ്മുടെ പ്രിയപ്പെട്ട മാനേജ്മെൻറ്റിൻ്റെ ഇതിൻ്റെ ഭാരവാഹികളോടും അതുപോലെ ഇവിടുത്തെ ക്ലബിൻ്റെ ഗ്രീൻ സ്റ്റാർ ക്ലബ്ബോടും ആവശ്യപ്പെട്ടപ്പോൾ വളരെ നല്ല രീതിയിൽ സ്വാഗതം ചെയ്യുകയും അത് ഏറ്റെടുക്കുകയും ചെയ്തു. നമ്മൾ ഇതിന് മുമ്പ്, ഒരു വർഷം മുമ്പ് ഇവിടെ ഒരു ടൂർണമെൻറ്റ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പഞ്ചായത്ത് അംഗങ്ങളായ ഹംസ CH, ഷിജു മാഷ്, സെൻട്രൽ ചിത്താരി ജമാഅത്ത് പ്രസിഡന്റ് CK അബ്ദുൽ ഖാദർ, ജമാഅത്ത് സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ സാഹിദ് PV, മുഹമ്മദ് കുഞ്ഞി KC, അബ്ദുൽ ഖാദർ, ഹാരിസ് CM എന്നിവർ സംസാരിച്ചു. വനിതാ വിഭാഗത്തിൽ ശോഭന ക്ലബ് അംഗം സൗമ്യ, പുരുഷ വിഭാഗം സിംഗിൾസിൽ യങ് വിങ്സ് പുതിയ കണ്ടത്തിന്റെ രഞ്ജിഷും ഡബിൾസിൽ രഞ്ജീഷ് പ്രദീപ് സഖ്യവും ജേതാക്കളായി. വിജയികൾക്ക് വാർഡ് മെമ്പർ ട്രോഫിയും സമ്മാനിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മൊഗ്രാൽ പുത്തൂർ ഗ്രാമപഞ്ചായത്ത് കേരളോത്സവത്തിലെ ക്രിക്കറ്റ് മത്സരത്തിൽ ബാച്ചിലേഴ്സ് പുത്തൂർ ജേതാക്കളായി. കമ്പാർ മിനി സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിന്റെ ഫൈനലിൽ ഗസാം ചൌക്കിയെ പരാജയപ്പെടുത്തിയാണ് ബാച്ചിലേഴ്സ് പുത്തൂർ ജേതാക്കളായത്. മൊഗ്രാൽ പുത്തൂർ ഗ്രാമപഞ്ചായത്ത് കേരളോത്സവത്തിലെ ക്രിക്കറ്റ് മത്സരത്തിൽ ബാച്ചിലേഴ്സ് പുത്തൂർ ജേതാക്കളായി. കമ്പാർ മിനി സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ഫൈനലിൽ ഗസാം ചൌക്കിയെയാണ് പരാജയപ്പെടുത്തിയത്. കുന്നൽ യങ് ചാലഞ്ചേഴ്സ് ക്ലബ്ബാണ് മത്സരങ്ങൾക്ക് നേതൃത്വം നൽകിയത്. വിജയികൾക്ക് ഗ്രാമപഞ്ചായത്ത് മെമ്പർ നൌഫൽ പുത്തൂർ ട്രോഫികൾ സമ്മാനിച്ചു. ഷുക്കൂർ കുന്നൽ അധ്യക്ഷത വഹിച്ചു. മാഹിൻ കുന്നിൽ, KB അഷ്റഫ്, EK സിദ്ദിഖ്, PH അഫ്രാസ്, സിദ്ദിഖ് ചിമ്മു എന്നിവരും KYC, ബാച്ചിലേഴ്സ്, ഗസാം ചൌക്കി ടീം അംഗങ്ങളും ചടങ്ങിൽ സംബന്ധിച്ചു. KS അബ്ദുള്ള ദി പ്രോസ്പെരിറ്റി പാർട്ട്ണർ അവാർഡുകൾ വിതരണം ചെയ്തു. യഹ്യ തളങ്കര പരിപാടി ഉദ്ഘാടനം ചെയ്തു. സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ രംഗത്ത് പ്രവാസ ലോകത്തും നാട്ടിലും തണലായി നിൽക്കുന്ന പ്രവാസി വ്യവസായികളായ ഹംസ മദൂർ, ഡോക്ടർ അബൂബക്കർ കുറ്റിക്കോൽ, സമീർ തളങ്കര ബെസ്റ്റ് ഗോൾഡ്, ഹനീഫ് മരബൽ, മുജീബ് മെട്രോ, ജമാൽ ബൈത്താൻ തുടങ്ങിയവർക്ക് ദുബായ് KMCC കാസർഗോഡ് മണ്ഡലം കമ്മിറ്റി ഏർപ്പെടുത്തിയ KS അബ്ദുള്ള ദ പ്രോസ്പെരിറ്റി പാർട്ട്ണർ അവാർഡുകൾ സമ്മാനിച്ചു. യഹ്യ തളങ്കര പരിപാടി ഉദ്ഘാടനം ചെയ്തു.
ദുബായ് KMCC CDA ഡയറക്ടർ റാഷിദ് അസ്ലം ആദരിച്ചു. ദുബായ് കാസർഗോഡ് മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ പട്ടേൽ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി അസ്കർ ചൂരി സ്വാഗതം പറഞ്ഞു. നിസാർ തളങ്കര, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഗോൾഡൻ റഹ്മാൻ, ഹനീഫ് ചെർക്കള, സലാം കന്നിപ്പാടി, KMCC നേതാക്കളായ അബ്ദുള്ള ആറങ്ങാടി, അഫ്സൽ മെട്ടമ്മൽ, ഡോക്ടർ ഇസ്മായിൽ, അഷ്റഫ് ബായാർ, സമീർ SBK സുൽത്താൻ എന്നിവർ സംസാരിച്ചു. ഉപ്പി കല്ലങ്കൈ നന്ദിയും പറഞ്ഞു. തുടർന്ന് നടന്ന KS മെമ്മോറിയൽ കാസർഗോഡ് ക്രിക്കറ്റ് ചാമ്പ്യൻസ് ലീഗ് ട്രോഫിക്ക് വേണ്ടിയുള്ള ടൂർണമെന്റിൽ ചെങ്കള പഞ്ചായത്ത് ചാമ്പ്യന്മാരായി. മദൂർ പഞ്ചായത്ത് റണ്ണറപ്പായി. ഒരിടവേള കൂടി. എന്താ ഡോക്ടർ, എനിക്കിന്ന് ഡ്രൈവ് ചെയ്യാൻ പറ്റും? ഓ, അതിനെന്താ, ഓഫ് കോഴ്സ്. കാഴ്ചയ്ക്കൊപ്പം കാഴ്ചപ്പാടും മാറുന്നു. ദി പയ്യന്നൂർ ഐ ഫൗണ്ടേഷൻ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ, തളിപ്പറമ്പ്, കാഞ്ഞങ്ങാട്, പയ്യന്നൂർ. കൺഗ്രാറ്റുലേഷൻസ് ഫോർ യുവർ ടൈംലി ഗുഡ് സർവീസ്. ഓൾ ഓഫ് യുവർ ഗുഡ് നഴ്സസ്. നിങ്ങളെപ്പോലെ സമർത്ഥരായ നഴ്സുമാരെയാണ് ഈ ഹോസ്പിറ്റലിന് ആവശ്യം. മറ്റുള്ളവരുടെ വേദനകൾ സ്വന്തം വേദനയായി മാറ്റിയെടുത്ത് അവരെ സാന്ത്വനിപ്പിക്കാൻ മനസ്സുള്ളവരാണ് നഴ്സുമാർ. നിങ്ങൾ ഓരോരുത്തർക്കും ആ കഴിവ് ഞാൻ കാണുന്നു. നിങ്ങൾ പഠിച്ചത്, നിങ്ങളെ പഠിപ്പിച്ചത് യൂണിറ്റിയാണ്. ഞങ്ങളിപ്പോൾ അഭിമാനിക്കുന്നു, അതിലേറെ സന്തോഷിക്കുന്നു. ഞങ്ങൾക്ക് കിട്ടിയ ഈ അംഗീകാരം നമ്മുടെ യൂണിറ്റിക്ക് വേണ്ടി സമർപ്പിക്കുന്നു. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, കാഞ്ഞങ്ങാട്, കാസർഗോഡ് ജില്ല. മൻസൂർ ഹോസ്പിറ്റൽ 2 ദശാബ്ദക്കാലം ഉത്തര മലബാറിലെ ആരോഗ്യരംഗത്ത് പ്രൊഫഷണൽ എത്തിക്സിന്റെ മൂല്യങ്ങളുമായി ജനമനസ്സുകളുടെ ഹൃദയത്തുടിപ്പായി മാറിയ മൻസൂർ ഹോസ്പിറ്റൽ കൂടുതൽ സജ്ജീകരണങ്ങളുമായി എന്നും മുൻപന്തിയിൽ തന്നെ. വെൽ എക്സ്പീരിയൻസ്ഡ് ആൻഡ് ഹൈലി ക്വാളിഫൈഡ് ഡോക്ടേഴ്സ്, 100% ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തി അണുവിമുക്ത ഉപകരണങ്ങളുമായി അത്യാധുനിക പ്രസവ ബ്ലോക്ക്, ICU, നിയോനാറ്റൽ ICU, ലാബ്, മെഡിക്കൽ സ്റ്റോർ ആൻഡ് മോസ്റ്റ് മോഡേൺ ഓപ്പറേഷൻ തിയേറ്റർ. Fully furnished AC and non-AC rooms with affordable rate. സേവന തത്പരരും അർപ്പണ മനോഭാവമുള്ള കരുത്തുറ്റ മാനേജ്മെന്റ്. മൻസൂർ ഹോസ്പിറ്റൽ ആൻഡ് സ്കൂൾ ഓഫ് നഴ്സിംഗ്, കാഞ്ഞങ്ങാട്. ഫോൺ 0467220270. 7 lines. മൻസൂർ ഹോസ്പിറ്റൽ. ഡെഡിക്കേഷൻ, ഡിറ്റർമിനേഷൻ ആൻഡ് ഡിവിനിറ്റി. വിതരണ രംഗത്ത് വടക്കേ മലബാറിലെ ഏറ്റവും വലിയ ഷോറൂം മണി ഹോം നീഡ്സ്. വീട്ടമ്മമാരുടെ അഭിരുചിക്കിണങ്ങിയ വീട്ടുപകരണങ്ങളുടെ കലവറ. സ്റ്റീൽ, ഓട്, അലുമിനിയം പാത്രങ്ങൾ, മിക്സി, ഗ്രൈൻഡർ, ഓവൻ, ക്രോക്കറി, നോൺ സ്റ്റിക്. വിദഗ്ധരായ തൊഴിലാളികൾ മെനഞ്ഞെടുത്ത ലക്ഷ്മി വിളക്ക്, ഉരുളി, നിലവിളക്ക്, കിണ്ടി, ക്ഷേത്രങ്ങളിൽ ആവശ്യമായ മണികൾ, പൂജാപാത്രങ്ങൾ, വലിയ വിളക്കുകൾ, കൂടാതെ വ്യാപാരികൾ, ആരാധനാലയങ്ങൾ, കല്യാണ മണ്ഡപങ്ങൾ, ഡിന്നർ സെറ്റ്, ഹോട്ടലുകൾ എന്നിവയ്ക്ക് ആവശ്യമായ വലിയ അലുമിനിയം പാത്രങ്ങളും ഗ്യാസ് സ്റ്റൗവുകളും ഹോൾസെയിൽ വിലയിൽ ലഭിക്കുന്ന കാഞ്ഞങ്ങാട്ടെ ഏറ്റവും വലിയ പുതിയ സ്ഥാപനം മണി ഹോം നീഡ്സ്. എന്റെ സ്വപ്നങ്ങളിൽ കൂടുതലും എന്റെ യാത്രകളെ കുറിച്ചുള്ളതായിരുന്നു. ഓരോ യാത്രകൾ കഴിയുമ്പോഴും തിരിച്ചു മടങ്ങണമെന്നുള്ള സങ്കടം എനിക്കില്ലായിരുന്നു. എന്തെന്നാൽ ഞാൻ തിരിച്ചെത്തുന്നത് എന്റെ സ്വർഗത്തിലേക്കാണ്, എന്റെ സ്വന്തം വീട്. ഈ വീടെന്ന സ്വപ്നത്തിന് ജീവൻ നൽകിയ ഒരിടമുണ്ട്. The master brain behind my dream. The magical bond between me and my home. D&G Furniture and Interiors, അതിനാൽ കാഞ്ഞങ്ങാട്. ആരത്? നസീമേ, ഇജ്ജ് കേറുക മോളെ. എല്ലാ പാപ്പക്ക് ഇത്രയും ദൂരമില്ലെല്ലാം കാണും. പിന്നെ കഴിഞ്ഞ 10 വർഷമായിട്ട് ഗ്രാൻഡ് ഒപ്റ്റിക്കൽസിലെ കണ്ണാടയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഓ, എന്നെ ചെറുപ്പാക്കുന്നതും നിന്നെ വലുപ്പാക്കുന്നതും ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്. നിങ്ങൾക്കും പോയിക്കൂടെ ഗ്രാൻഡ് ഒപ്റ്റിക്കൽസിൽ? എന്റെ സെമീറ, ഞാനിത് ഇപ്പൊ തന്നെ പോലായി. നേത്ര ചികിത്സാ രംഗത്ത് നൂതന സാങ്കേതിക തികവുമായി കാഞ്ഞങ്ങാട് നഗരത്തിൽ 10 വർഷം പൂർത്തിയാക്കുന്നു ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്.
ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് ബിഗ് മോൾ കാഞ്ഞങ്ങാട്. ഞങ്ങളുടെ ബ്രാഞ്ചുകൾ ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ് റെയിൽവേ സ്റ്റേഷൻ റോഡ് കോട്ടച്ചേരി, ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ് പരപ്പ, ഐ ട്രസ്റ്റ് ഒപ്റ്റിക്കൽസ് മാണിക്കോട്. വാർത്തകൾ തുടരുന്നു. ദുബായ് KMCC കാസർഗോഡ് ജില്ലാ കമ്മിറ്റി UAE-യുടെ 53-ാം ദേശീയ ദിനം വിപുലമായി ആഘോഷിക്കും. ഡിസംബർ 2-ന് ദുബായ് ബ്ലഡ് ഡൊണേഷൻ സെന്ററിൽ സംഘടിപ്പിക്കുന്ന മെഗാ രക്തദാന ക്യാമ്പിന്റെ ബ്രൗഷർ പ്രകാശനം ചെയ്തു. UAE-യുടെ 53-ാം ദേശീയ ദിനാഘോഷത്തിന്റെ ഭാഗമായി ദുബായ് KMCC കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ഡിസംബർ 2-ന് ദുബായ് ബ്ലഡ് ഡൊണേഷൻ സെന്ററിൽ കൈൻഡ്നസ് ബ്ലഡ് ഡൊണേഷൻ ടീമുമായി സഹകരിച്ചുകൊണ്ട് മെഗാ രക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കും. ക്യാമ്പിന്റെ ബ്രൗഷർ ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് ജേതാവ് മുഹമ്മദ് ആസിം വെളിമണ്ണ പ്രകാശനം ചെയ്തു. മുൻ പ്രസിഡന്റ് അബ്ദുള്ള ആറങ്ങാടി പരിപാടി ഉദ്ഘാടനം ചെയ്തു. സ്പോർട്സ് വിഭാഗത്തിൽ ഈ വർഷത്തെ സംസ്ഥാന ഭിന്നശേഷി പുരസ്കാരത്തിന് അർഹനായ മുഹമ്മദ് ആസിം വെളിമണ്ണയ്ക്ക് ദുബായ് KMCC കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ സ്നേഹോപഹാരം ജില്ലാ പ്രസിഡന്റ് സലാം കന്യപ്പാടി സമ്മാനിച്ചു. അഫ്സൽ മെട്ടമ്മൽ ഷോൾ അണിയിച്ച് ആദരിച്ചു. ജില്ലാ KMCC അധ്യക്ഷൻ സലാം കന്യപ്പാടി അധ്യക്ഷത വഹിച്ചു. ആക്ടിംഗ് ജനറൽ സെക്രട്ടറി അഷ്റഫ് ബായാർ സ്വാഗതം പറഞ്ഞു. മുൻ ജില്ലാ ഭാരവാഹികളായ അഫ്സൽ മൊട്ടമ്മൽ, റാഫി പള്ളിപ്പുറം, റഷീദ് ഹാജി കല്ലിങ്കാൽ, ജില്ലാ ഭാരവാഹികളായ CH നൂറുദ്ദീൻ, റഫീഖ് പടന്ന, ഹസൈനാർ ബീഞ്ചന്തടുക്ക, KP അബ്ബാസ്, മൊയ്തീൻ ബാവ, ബഷീർ CA, ഫൈസൽ മൊഹസിൻ, PD നൂറുദ്ദീൻ, റഫീഖ് AC, ബഷീർ പാറപ്പള്ളി, മണ്ഡലം ഭാരവാഹികളായ ഫൈസൽ പട്ടേൽ, റഫീഖ് മാങ്ങാട്, അഷ്കർ ചൂരി, ഹനീഫ് കട്ടക്കാൽ, മൻസൂർ മർത്തിയ, സത്താർ ആലംവാടി, സുഹൈൽ കോപ്പ, സഫ്വാൻ അണങ്കൂർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ട്രഷറർ ഡോക്ടർ ഇസ്മായിൽ ചടങ്ങിന് നന്ദി അറിയിച്ച് സംസാരിച്ചു. രാവണേശ്വരം ഗവൺമെന്റ് സ്കൂളിലെ കുട്ടികൾക്ക് ഊണിന്റെ മേള സദ്യയൊരുക്കി അമ്മമാരും അധ്യാപകരും. പാഠഭാഗവുമായി ബന്ധപ്പെട്ട ഊണിന്റെ മേളം എന്ന യൂണിറ്റിന്റെ ഭാഗമായാണ് സദ്യ ഒരുക്കിയത്. 4ാം ക്ലാസ്സിലെ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ഊണിന്റെ മേളം എന്ന യൂണിറ്റ് കുട്ടികൾക്ക് പകർന്നു നൽകിയത് പുത്തൻ രുചിയോടൊപ്പം അറിവിന്റെ മേളം കൂടി. വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കിയാണ് അമ്മമാരും അധ്യാപകരും കുട്ടികളെ പാഠഭാഗത്തിലേക്ക് നയിച്ചത്. വിവിധ തരം പച്ചടികൾ, വറവുകൾ, അവിയൽ, ഓലൻ, കൂട്ടുകറി തുടങ്ങിയ 20ഓളം കറികളും പാൽപായസം ഉൾപ്പെടെയുള്ള വിഭവങ്ങളുമാണ് സദ്യയിൽ ഒരുക്കിയത്. ഏതൊക്കെ പച്ചക്കറികളാണ് വിവിധ കറികളിൽ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് കുട്ടികൾ മനസ്സിലാക്കി. അധ്യാപകരായ ഷീബ EK, അലൻ BJ, ദിലീപ് UK എന്നിവർ നേതൃത്വം നൽകി. പ്രിൻസിപ്പാൾ K ജയചന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പ്രധാനാധ്യാപിക P ബിന്ദു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് തുളിച്ചേരി പുതിയോടൻ വീട് തറവാട് കളിയാട്ട മഹോത്സവം സമാപിച്ചു. വിവിധ തെയ്യങ്ങൾ അരങ്ങിലെത്തി അനുഗ്രഹം ചൊരിഞ്ഞു. ഐതിഹ്യ സമ്പന്നമായ കാഞ്ഞങ്ങാട് തുളിച്ചേരി പുതിയോടൻ വീട് തറവാട് കളിയാട്ട മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ സമാപനം കുറിച്ചു. മഹോത്സവത്തിന്റെ ഭാഗമായി കാർന്നൂൺ തെയ്യം, പൊട്ടൻ തെയ്യം, മൂവാളംകുഴി ചാമുണ്ടി, വിഷ്ണുമൂർത്തി എന്നീ തെയ്യങ്ങൾ അരങ്ങിലെത്തി ഭക്തമാനസങ്ങളെ അനുഗ്രഹിച്ചു. തെയ്യക്കോലങ്ങളുടെ അനുഗ്രഹാശസ്സുകൾക്ക് പാത്രീഭൂതരാകുവാൻ നിരവധി ഭക്തജനങ്ങളാണ് കളിയാട്ട സന്നിധിയിൽ എത്തിച്ചേർന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വലിയ വീട് തറവാട് കളിയാട്ട മഹോത്സവം സമാപിച്ചു. കടവത്ത് ഭഗവതി അരങ്ങിലെത്തി. കാഞ്ഞങ്ങാട് അരയി തായത്തറ വലിയ വീട് തറവാട് കളിയാട്ട മഹോത്സവത്തിന് സമാപനം കുറിച്ചു. കടവത്ത് ഭഗവതി അരങ്ങിലെത്തി. മഹോത്സവത്തിന്റെ ഭാഗമായി വിഷ്ണുമൂർത്തി, പോതി, ചാമുണ്ടി, തൊണ്ടച്ചൻ എന്നീ തെയ്യങ്ങളും അരങ്ങിലെത്തി ഭക്തമാനസങ്ങൾക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. തെയ്യക്കോലങ്ങളുടെ അനുഗ്രഹം ഏറ്റുവാങ്ങാൻ നിരവധി ഭക്തജനങ്ങളാണ് തറവാട് സന്നിധിയിൽ എത്തിച്ചേർന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് ആദൂർ പൊസോളിഗയിലെ കോൺഗ്രസ് നേതാവായിരുന്ന T ബാലകൃഷ്ണനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതിക്ക് ജീവപര്യന്തവും തടവും 2 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു. കൗമാര കലാപ്രതിഭകളുടെ മാറ്റുരയ്ക്കൽ വേദിയായ ജില്ലാ
സ്കൂൾ കലോത്സവത്തിന് കലാപാരമ്പര്യത്തിൽ പേരുകേട്ട ഉദിനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. കേന്ദ്ര സർക്കാർ നടപടികൾക്കെതിരെ പ്രതിഷേധം ശക്തമാക്കി ട്രേഡ് യൂണിയൻ കർഷക തൊഴിലാളി കാസർഗോഡ് ജില്ലാ സംയുക്ത സമിതി കാനങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ പ്രതിഷേധമിരമ്പി. ഡിവൈഎഫ്ഐ കാനങ്ങാട് ബ്ലോക്ക് കമ്മിറ്റി കൂത്തുപറമ്പ് രക്തസാക്ഷി ദിനാചരണം സംഘടിപ്പിച്ചു. ഡോക്ടർ വി. മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കാനങ്ങാട് സൗത്ത് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വ്യാപാരി കുടുംബ ക്ഷേമനിധി ധനസഹായ വിതരണ ചടങ്ങ് സംഘടിപ്പിച്ചു. ചാമുണ്ടിക്കുന്ന് വിഷ്ണു ചാമുണ്ടേശ്വരി ദേവസ്ഥാനം കളിയാട്ട മഹോത്സവത്തിന് ബുധനാഴ്ച തുടക്കമാവും. ഉത്സവത്തിന്റെ ഭാഗമായുള്ള വെടിക്കെട്ട് ഒഴിവാക്കി നീലേശ്വരം വെടിക്കെട്ട് അപകടത്തിൽ മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് കൈത്താങ്ങാവും. മുട്ടുന്തല മകാം ഉറൂസ് ഡിസംബർ 1 മുതൽ 9 വരെ തീയതികളിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായി. ലോക ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് വാരാചരണം പള്ളിക്കരയിൽ സിഗ്നേച്ചർ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ജില്ലയിൽ വനിതാ കമ്മീഷനിൽ ലഭിക്കുന്ന പരാതികളുടെ എണ്ണം കൂടി വരുന്നതായി കമ്മീഷൻ അംഗം പി. കുഞ്ഞായിഷ. അജാനൂർ ഗ്രാമപഞ്ചായത്ത് കേരളോത്സവത്തിന്റെ ഭാഗമായി സൗത്ത് ചിത്താരി ഗ്രീൻ സ്റ്റാർ ക്ലബ് ഷട്ടിൽ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് മെമ്പർ CK ഇർഷാദ് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.